ഇവിടെ വന്നാൽ പഴയകാല ബാർബർ ഷോപ്പ് കാണാം. പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ബാർബർ ഷോപ്പ്. ഓർമ്മകളുടെ ചെപ്പുകുടത്തിൽ പറയാൻ കഥകളും ഏറെയാണ്. തേവലക്കര സ്വദേശി 75-കാരനായ പുരുഷോത്തമൻ്റെതാണ് ഈ കട. കനാൽ പുറമ്പോക്കിലെ ഈ കടയിൽ സൗഹൃദങ്ങൾക്കും ഏറെ വിലയാണുള്ളത്. ലോക സൗഹൃദ ദിനത്തിൽ ചവറ ബ്യൂറോ തയ്യാറാക്കിയ പ്രത്യേക വാർത്താ സ്റ്റോറി. ഓർമ്മകൾക്ക് നിറങ്ങൾ കൂടുതലാണ്. പഴയകാല ഓർമ്മകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക ജീവിതത്തിൻ്റെ മനോഹരമായ ദിനങ്ങളിലേക്കാവും. ഇത്തരത്തിൽ ഒരു പഴയകാല ഓർമ്മയാണ് തേവലക്കരയിൽ നമ്മൾ കാണുന്നത്. തേവലക്കര കോട്ടയ്ക്കൽ പരപ്പാടിയിൽ 75-കാരനായ പുരുഷോത്തമനാണ് തൻ്റെ പഴയകാല ഓർമ്മകളുമായി ജീവിതം മുന്നോട്ട് നീക്കുന്നത്. ഏറ്റവും വലിയ കടകൾ ചേനക്കര ജംഗ്ഷനിലുണ്ട്. ആ ജംഗ്ഷനിലെ കടകളിലെ ഒരു പെട്ടിക്കട പോലെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരുത്തൻ. ചേനക്കര ജംഗ്ഷനിൽ ഞാൻ വന്നിട്ട് 55 വർഷമായി. അതിൽ 40 വർഷം വലിയ കട നടത്തി. എൻ്റെ ജ്യേഷ്ഠനിൽ നിന്നാണ് ഈ തൊഴിൽ പഠിച്ചത്. ഞാൻ പഠിച്ചിട്ട് 55 വർഷം. ഇപ്പം അതിൽ നിന്നാണ് എൻ്റെ ഉപജീവനമാർഗ്ഗം. അവിടെ മാറണമെന്ന് പറഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു പെട്ടിക്കട പോലെ ബാർബർ ഷോപ്പ് തുടങ്ങി. അത് കനാലിൻ്റെ സ്ഥലമാണ്. തൻ്റെ ഏക ഉപജീവനമാർഗമായ ബാർബർ ഷോപ്പാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് നിറങ്ങൾ ചാർത്തുന്നത്. നമ്മൾ ഇന്നു കാണുന്ന തരത്തിൽ ആധുനിക രൂപങ്ങളുള്ള ബാർബർ ഷോപ്പ് അല്ല ഇത്, മറിച്ച് ഗൃഹാതുരതയുടെ മറ്റൊരു മുഖം, നമ്മുടെ പഴയകാല ബാർബർ ഷോപ്പ്. വെളിയിലൊക്കെ പോയി ആരെങ്കിലും പ്രായമുള്ളവരുടെയൊക്കെ ജോലി ചെയ്യും, കൊച്ചുകുട്ടികളുടെയും ചെയ്യും. അത് വളരെ യാഥാർത്ഥ്യമാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും സഹായിച്ചാണ് ഞാനിപ്പം ജീവിതം പോകുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ഓർമ്മകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പഴയകാല ബാർബർ ഷോപ്പ്. 55 വർഷമായി പുരുഷോത്തമൻ ബാർബർ ഷോപ്പ് നടത്തുകയാണ്. 55 വർഷങ്ങൾക്ക് മുമ്പ് ചേന്നങ്കര ജംഗ്ഷനിലായിരുന്നു കട. പിന്നീട് കട ഒഴിയേണ്ടി വന്നു. ഇപ്പോൾ കനാൽ പുറമ്പോക്കിലാണ് കടയുള്ളത്. സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 75 വയസ്സുകാരനായ പുരുഷോത്തമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോളം പ്രായമുള്ളവരാണ് മിക്കവാറും ഈ കടയിലെത്തുന്നത്. അവരുടെ മുടിവെട്ടി ഷേവ് ചെയ്ത കഴിഞ്ഞകാല ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അത് സൗഹൃദങ്ങളുടെ ദീപ്തമായ സ്മരണകൾ കൂടിയാകുന്നുണ്ട്. ചെറിയ രാഷ്ട്രീയവും ചായകുടിയും ബീഡിവലിയും ഒക്കെയായി ഒരു ദിവസം അങ്ങനെ കടന്നുപോകും. അതെന്നെ കുറ്റബന്ധങ്ങളാണ് പറഞ്ഞ ആൾ ഓരോരോ വീട്ടിലെ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ ഇരിക്കും. സമയം ഒരു 10-11 മണിയാകുമ്പോൾ ജീവിക്കാൻ പോകും. ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ ചെയ്യാൻ പോകും. തൻ്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നാണ് പുരുഷോത്തമൻ നടത്തുന്നത്. സഹോദരൻ ശിവദാസനിൽ നിന്നുമാണ് പുരുഷോത്തമൻ ബാർബർ ജോലി പഠിച്ചത്. ഇപ്പോഴും ഈ ജോലി തുടരുമ്പോൾ ജീവിതം തള്ളി നീക്കാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടാണ്. വാടക വീട്ടിലാണ് ഇദ്ദേഹവും ഭാര്യയും ഉൾപ്പെടെ താമസിക്കുന്നത്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വാടകയ്ക്കാണ് താമസം. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരുടെയും അടുപ്പവും ബന്ധവും കൊണ്ട് ജീവിച്ചു പോകുന്നു. പിന്നെ ഞാൻ അസുഖക്കാരനാണ്. എനിക്ക് ഹാർട്ടിന് തകരാറുണ്ട്, ലിവറിന് തകരാറുണ്ട്, കിഡ്നിക്ക് തകരാറുണ്ട്. എൻ്റെ മെയിനായ അസുഖങ്ങൾ ഇതൊക്കെയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.